പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും എസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററായ ലൈഫ് മിസ്റ്റീരിയസ് മിഷൻസ് ആണ്. അതിൽ ആദ്യമേ പറയുന്നത് മൈക്രോസ്കോപ്പിക് ഓർഗാനിസം, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പോർഷനാണ് നമ്മളെ ബോഡിയിലുള്ള സെൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ സെൽസൊക്കെ നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല. അത് നമ്മൾ നേക്കഡ് ഐസിനുകൊണ്ട് ഒരിക്കലും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് മൈക്രോസ്കോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മൈക്രോസ്കോപ്പിനെ കുറിച്ച് പഠിക്കാം. മൈക്രോസ്കോപ്പ്, അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സെൽസ്, ഇങ്ങനെ ബയോളജിക്കലായിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ ലാബുകളിലൊക്കെ യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പിൻ്റെ പേരാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. അപ്പോൾ എങ്ങനെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് വരച്ച് നോക്കാം. എങ്ങനെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ്. ഇവിടെ ഒരു ഐ പീസ് ഉണ്ടാവും. പിന്നെ ഐ പീസിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു നീഡിൽ ഉണ്ടാവും. ഇവിടെ 2 നീഡിൽസ് ഉണ്ടാവും. ഈ ഐ പീസിനെ ഇതിലൂടെയാണ് നോക്കുക. ഈ ഐ പീസിനെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇവിടെ ലെൻസ് ഉണ്ടാവും. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് ഒന്നിലധികം ലെൻസസ് ഉണ്ടാവും. പിന്നെ ഇവിടെ ഈ സ്ലൈഡ് വെക്കാൻ വേണ്ടിയുള്ള കാരേജ് ഉണ്ടാവും. ഈ കാരേജിലാണ് എന്ത് സ്ലൈഡും അതിൻ്റെ സ്ട്രിപ്പൊക്കെ വെക്കുക. പിന്നെ കാരേജിൻ്റെ അടിയിലായിട്ട് ഇവിടെ മിറർ കാണും. അപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് ഈ മിറർ വഴി ഇവിടെ നിന്ന് ലൈറ്റ് അടിച്ചിട്ട് ഇതിലൂടെയാണ് ഐ പീസ്. ഇവിടെ നിന്ന് ഒരാളിങ്ങനെ നോക്കും. ഇവിടെ നിന്ന് നമ്മൾ വാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ നോക്കിയിട്ട് ഈ ഐ പീസിനെ നോക്കി ഇവിടുന്ന് ലൈറ്റ് അടിച്ചിട്ട് ഈ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് ഇവർക്ക് ഈ സ്ലൈഡ്, ഈ ഇതിൽ വെച്ചിരിക്കുന്ന ഈ ട്രയൽ വെച്ചിരിക്കുന്ന സാധനം എന്താണെന്ന് കാണാൻ പറ്റുക. അപ്പോൾ ഇതാണൊരു സ്മോൾ സ്ട്രക്ചർ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ. ഈ കാണുന്നതാണ് ഐ പീസ്, ഇത് ലെൻസ്, കാരേജ്, മിറർ, പിന്നെ അതിൻ്റെ സ്ക്രൂ, അഡ്ജസ്റ്റിംഗ് സ്ക്രൂസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഐ പീസ്. പിന്നെ ഈ ഐ പീസ് നമ്മൾ നോക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. 2 സ്ക്രൂസ് ഉണ്ടാവും. അതിനാണ് നോബ് എന്ന് പറയുന്നത്. പിന്നെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് സാധാ മൈക്രോസ്കോപ്പിന് ഒരു ലെൻസ് ഉണ്ടാവുക. അപ്പോൾ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് ഒന്നിലധികം ലെൻസസ് ഉണ്ടാവും. ഈ കാണുന്നതാണ് ലെൻസ്. പിന്നെ ഇവിടെയാണ് നമ്മൾ ഈ ഇത് കണ്ടോ, സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്. ഇവിടെ ഒരു സ്റ്റേജ് പോലെ ഉണ്ട്. അതിൽ സ്ലൈഡ് വെച്ചിട്ട് ഒരു ക്ലിപ്പ് വെച്ചിട്ട് ലോക്ക് ചെയ്യും. അതാണ് സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്. പിന്നെ കാണുന്നതാണ് മിറർ. ഇത്രയും പാർട്സ് ആണുള്ളത്. മെയിൻ കോമ്പണൻസ് പറയുന്നത് ഐ പീസ്, നോബ്, ഒബ്ജക്റ്റീവ് ലെൻസ്, മിറർ. പിന്നെ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും തമ്മിൽ മെയിനായിട്ട് ഒരു ഡിഫറൻസ് ഉള്ളത്. ഇവിടെ ഈ മിററിൽ ലൈറ്റ് അടിച്ചിട്ട് ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഐ പീസിലൂടെ നമുക്ക് സ്ലൈഡ് ഇവിടെ വെച്ചിരിക്കുന്ന സെല്ല് ഏതാണോ, എന്താണോ സാധനം, അത് കാണാൻ പറ്റുന്നത്. അത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണെങ്കിൽ ഈ ലൈറ്റ് അടിക്കുന്നതിന് പകരം ഇവിടെ ഇലക്ട്രോൺസ് ആയിരിക്കും. ഈ ഇലക്ട്രോൺസ് ആയിരിക്കും അടിക്കുന്നത്. അപ്പോൾ കൂടുതൽ മാഗ്നിഫൈങ് പവർ ഉണ്ടാവും. എന്താ മാഗ്നിഫൈങ് പവർ എന്ന് പറഞ്ഞാൽ സ്മോളായിട്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സാധനത്തിന് നമ്മൾ കൂടുതൽ ലാർജ് ആയിട്ട് എൻലാർജ് ചെയ്തിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ഈ സാധാ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? ടു മാഗ്നിഫൈ ദ ഒബ്ജക്റ്റ്. ഈ ഇവിടെ വെച്ചിരിക്കുന്ന സാധനം സ്മോൾ ആണ്. അത് നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വെച്ചുകൊണ്ട് ഇതിനെ മാഗ്നിഫൈ ചെയ്യും. അപ്പോൾ മാക്സിമം 2000 ടൈംസ് വരെ ഇതിനെ മാഗ്നിഫൈ ചെയ്തിട്ട് കാണിക്കാൻ പറ്റും. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണെങ്കിൽ ഈ ഇവിടെ ലൈറ്റ് അടിക്കുന്നതിന് പകരം അവിടെ ഇലക്ട്രോൺസ് ആയിരിക്കും ഇവിടെ റിഫ്ലക്ട് ചെയ്തിട്ട് അതിന്റെ ഇലക്ട്രോൺസിന്റെ ഹെൽപ്പ് ആയിട്ടും ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ മാഗ്നിഫൈങ് പവറും കൂടുതലായിരിക്കും. മാഗ്നിഫൈങ് പവർ എന്ന് പറഞ്ഞാൽ എത്രത്തോളം എൻലാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനാണ് മാഗ്നിഫൈങ് പവർ എന്ന് പറയുന്നത്.